അതിനുള്ള കാരണം എന്താ? ആ കാരണത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ പിന്നെ ആ പനി വരത്തില്ല. ലോങ് ടൈം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പക്ഷെ ആ പനിയുടെ കാരണത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേ കണക്കാണ് ഇന്നത്തെ ഗവൺമെന്റ്. നമ്മൾ പനിയല്ല, പനിയുടെ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെന്റിനെ ഇപ്പൊ ഒരു മരത്തെ മുറിച്ച് ഒരു മരം ഇപ്പം റോഡിലോട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു മരം, ആ മരത്തിന്റെ ഒരു ശാഖ മുറിച്ച് കളഞ്ഞാൽ ആ മരത്തിന്റെ ശാഖ വീണ്ടും വളർന്നു വരും. അപ്പം എന്ത് ചെയ്യണം? അടിവേര് വെട്ടണം. കോയയുടെ അടിവേര് വെട്ടണം. എന്നാലേ കോയ നന്നാവുന്നല്ല, എന്നാലേ കോയ നശിക്കത്തുള്ളൂ. അപ്പൊ കോയയുടെ അടിവേര് വെട്ടുക എന്ന് പറഞ്ഞാൽ 70 വർഷം ഇന്ത്യ ഭരിച്ച കോയകളാണ്. ഈ ഇംഗ്ലീഷുകാരന്മാർ പോയതിനു ശേഷം ഇന്ത്യ ആദ്യത്തെ പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങനെ 70 വർഷം കോയമാരാണ് ഇന്ത്യ ഭരിച്ചത്. അപ്പൊ ഈ കോയന്മാരുടെ ഭരണം 70 വർഷത്തെ നമുക്ക് 10 വർഷം കൊണ്ട് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിനുവേണ്ടി ലോങ് വിഷനാണ് നടക്കുന്നത്. ഇപ്പൊ ഈ കോയ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫണ്ടമെന്റലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കോയയ്ക്ക് ഒരു രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. കോയയ്ക്ക് കോയയുടെ മതത്തോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ല, എക്സാമ്പിൾസ് അടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കോയ ഈ ഇപ്പം നമ്മുടെ കാശ്മീരിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു, ഏതെങ്കിലും കോയയോ കോയയുടെ മതത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും ഒരു മദ്രസ പട്ടണനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതിനെതിരെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഈ കോയയെ വെറുക്കാൻ തുടങ്ങി എന്നാണെന്നറിയോ? ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു ന്യൂസിലാൻഡിന്റെ ഒരു എംബസി ഉണ്ട്. നിങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തവർക്കറിയാം, മിക്ക രാജ്യത്തിന്റെ എംബസികൾ കൂടുതലും ഡൽഹിയിലാണ്. ചെന്നൈയിലും അവിടെ ഇവിടെ ആയിട്ട് കോൺസുലേറ്റുകൾ അല്ലാതെ ബാക്കി മാക്സിമം 99% രാജ്യങ്ങളുടെ നമ്മൾ ഇന്ത്യ ആയിട്ട് നയതന്ത്ര ബന്ധത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും എംബസി ഡൽഹിയിലാണ്. ഈവൻ ഈ പറയുന്ന പാകിസ്ഥാനികളുടെ എംബസിയും ഡൽഹിയിലുണ്ട്. അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ സൈക്കിളിൽ വരും, ചില ദിവസങ്ങളിൽ നടന്നു വരുന്നത് ഞാൻ എപ്പോഴും ഷോർട്ട് കട്ട് വഴിയാണ്. നിങ്ങൾ ഡൽഹിയിൽ പെട്ടെന്ന് കയറി പോകാൻ പറ്റും. അപ്പോ ഞാൻ എന്ത് ചെയ്യും, ചില ദിവസങ്ങൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഷോർട്ട് കട്ട് അടിച്ചേ വരത്തുള്ളൂ. അത് ചെറിയ റീസൺ ഉണ്ട്, അത് വേറെ കാര്യം, നമ്മൾ വ്യക്തിപരമായിട്ടുള്ള റീസൺ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം ന്യൂസിലാൻഡ് എംബസിയുടെ ഫ്രണ്ടിൽ ഒരു സമരം നടക്കുന്നു. സമരത്തിൽ ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒയാളായിരിക്കും സമരം ചെയ്യുന്നത്. കാരണം തടിയും മുടിയൊക്കെ വെച്ച് കുറെ ആറാം പറഞ്ഞ മനുഷ്യനാണെന്ന് തോന്നാത്ത മുട്ടനാടിന്റെ രൂപമുള്ള കുറെ വർഗ്ഗങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇന്നൊരു ജേർണലിസ്റ്റിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? അത് ഇന്നലെ ന്യൂസിലാൻഡില് ഒരു മുസ്ലിം പള്ളിക്കകത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്നവരെ ഒരുത്തൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ട് ഒരു ക്രിസ്ത്യാനി വെടിവെച്ചു കൊന്നു. അതിനെതിരെയാണ്. അപ്പൊ ഞാൻ അത് ന്യൂസ് നടന്നത്. അതിനെതിരെ നിങ്ങൾ വെടിവെച്ച കിടന്ന് കാണിക്കുന്നത് എന്ന് വിചാരിച്ചു. അതിന് എന്റെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാശ്മീരിൽ ഇത് കണക്ക് പെൽഹാം അറ്റാക്ക് നടന്ന സമയം, പുൽവാമ അറ്റാക്ക് നടന്ന സമയമായിരുന്നു. അന്ന് ഒരു 40 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അന്ന് ഏതെങ്കിലും പാകിസ്ഥാൻ എംബസിയുടെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്ത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ട്? ന്യൂസിലാൻഡിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ക്രിസ്ത്യാനി ചിറകൻ ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ കുറെ മുസ്ലിങ്ങളെ വെടിവെച്ചു വന്നു. സംഭവം ഫണ്ടമെന്റൽ ആണ്, കറക്റ്റ് ആണ്. അവൻ അതും പോരാഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അത് ഫേസ്ബുക്കിൽ ലൈവ് വിട്ടു, മുസ്ലിങ്ങളെ കൊല്ലുന്നത് ലോകം മൊത്തം കാണണമെന്ന് പറഞ്ഞിട്ടാണ്. അവൻ ആ രാജ്യത്തോടുള്ള സ്നേഹം ഇവറ്റകൾ ആ രാജ്യത്തോട് ചെയ്യുന്ന നന്ദയില്ലാത്തരം കൊണ്ടാണ് അവൻ ചെയ്തു പോയത്. അതിലൊരു മലയാളി പെണ്ണും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒറ്റ മുസ്ലിം സംഘടനകളും ഈ കാശ്മീരിൽ നമ്മളെ 42 ധീര സൈനികരെ കൊന്നപ്പം ഏവനെങ്കിലും മുസ്ലിം സംഘടന ഏതെങ്കിലും പാകിസ്ഥാൻ എംബസിയുടെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? പക്ഷെ ന്യൂസിലാൻഡിൽ അവർക്ക് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നു പറഞ്ഞാൽ ഇവിടെ സമരം ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായി ഇവറ്റകൾക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഈ രാജ്യത്തോടും ഇല്ല, രാജ്യത്തെ ജനങ്ങളോടില്ല, രാജ്യത്തെ ഈ പറയുന്ന മനുഷ്യ സ്നേഹം XYZ ഇതൊന്നും ഇല്ല. ഇവറ്റകൾക്ക് ഇവരുടെ മതത്തോട് മാത്രമേ സ്നേഹമുള്ളൂ. അല്ല, അദ്ദേഹം പറഞ്ഞ് ഫിനിഷ് ചെയ്തായിരുന്നോ? എനിക്കത് അവസാനം എനിക്ക് ചെറിയൊരു റേഞ്ച് കണക്ഷൻ പ്രശ്നം വന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തി. ടീച്ചർ സംസാരിച്ചോ ടീച്ചർ സംസാരിച്ചു. ഇപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ, ന്യൂസിലാൻഡിൽ നടന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. 1921 തുർക്കിയിലാണ് ബ്രിട്ടീഷുകാർ നേരത്തെ പറഞ്ഞ കരാർ അനുസരിച്ച് പ്രവർത്തിക്കാതെ അവരുടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മജീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരില് ഇവിടെ ഈ കൊച്ചു കേരളക്കരയില് മലപ്പുറം, ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളില്
ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ 1921 ചരിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഈ മുഹമ്മദീയന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ മനുഷ്യന്മാരുടെ രൂപമല്ലാതെ മുട്ടനാടിന്റെ ഊശാൻ താടിയും മൂക്കിന് താഴെ മുഴുക്ക ചെരച്ചും നടക്കുന്ന ഈ ഹറാം പറന്ന ടീം, അതെ സത്യത്തില് തന്തയാരെന്നറിയാത്ത ഹറാമിലുണ്ടായ ടീം തന്നെയാണ് ഇവര്. അപ്പൊ ഇവർക്കാകെ എല്ലായിടത്തും വേണ്ടത് മതമാണ്. മതമാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ തീവ്രവാദം എന്ന് പറയുന്നതും സ്വവർഗ താല്പര്യം എന്ന് പറയുന്നതും ഒക്കെ ഒരു തരം അവസ്ഥകളാണ്, ഈ ജിഹാദി തരം. അതുകൊണ്ടാണ് തനിക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു, അവര് 2 പേരും പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് 2 കോടി രൂപ കിട്ടി, 3 പേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 5 കോടി കിട്ടുമായിരുന്നു എന്ന് പാകിസ്ഥാനിലെ ഒരു മൊല്ല പറഞ്ഞ വീഡിയോ വൈറലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു തരം വിവരക്കേടിന്റെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. അതിനകത്ത് SDPIക്കാർ മാത്രമല്ല, ഈ അവസ്ഥയിൽ ഈ മതം തലയ്ക്കു പിടിച്ച തീവ്രവാദികൾ മുഴുവനുമുണ്ട്. അവരുടെ അജണ്ടകള് കൃത്യമായ രൂപത്തിൽ ഈ രാജ്യത്ത് നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മുടെ രാജ്യത്തുണ്ട്. മുമ്പ് ഗാന്ധിയുടെ ലിബറൽ ആശയം പോലെ ഇന്നും അതേ ആശയം വെച്ച് പുലർത്തുന്ന മുസ്ലിങ്ങളെ താലോലിച്ചിട്ടില്ലെങ്കിൽ, ഈ തീവ്രവാദത്തെ പ്രീണിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ഭാവി തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന കുറെ സെക്യുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഊളകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കൂടി വലിച്ചു കീറി ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. ഇവരെ പ്രത്യക്ഷമായി ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ വാചാലരാകും. പക്ഷേ ഇന്ത്യ, അതല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, നമ്മുടെ ദേശീയ ഗാനം, ഇതൊക്കെ വരുമ്പോ നമ്മൾ കണ്ടില്ലേ, CAA പ്രശ്നം വന്നപ്പോൾ, വഖഫ് വിഷയം വന്നപ്പോൾ, ഗാസ, പലസ്തീൻ, ഓൾ ഐസ് ഓൺ സുഡാൻ എന്ന് ഇവര് പറയുന്നില്ലല്ലോ. നമുക്ക് നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ. ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ. സിറിയയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ. ഇറാനിൽ കൊല ചെയ്യപ്പെടുന്ന സ്വേച്ഛാധിപതിയായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ കിരാതന്മാര് കൊന്നൊടുക്കുന്ന മുസ്ലിം കുട്ടികളുടെ കൂടെ നിൽക്കണമെന്ന് ഇവർ പറയുന്നില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് മതതീവ്രവാദത്തിലേക്കാണ്. ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും ഇവർ ചെറുതായി കാണും, അതല്ലെങ്കിൽ ഇവർ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇന്ന് കൈയടിക്കു വേണ്ടിയല്ല, ആരുടെയെങ്കിലും അംഗീകാരത്തിന് വേണ്ടിയല്ല, ഖജനാവ് നിറച്ച് തലമുറകളോളം തിന്നാനുള്ള പണം കൈയാളുന്നതിന് വേണ്ടിയല്ല, ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അതിന്റെ പരിണിത ഫലം ലഭിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ഏതൊരു കോട്ടങ്ങളെ കുറിച്ചും, അതായത് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച്, ഇന്ത്യ തോറ്റുപോയി, അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് വീണുപോയി, ഇവരേത് രൂപത്തിലാണ് അത് ആഘോഷിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. ഇവർക്കാകെയുള്ളത് സംഘികളെ വിമർശിക്കണം. ഇപ്പൊ മതം വിട്ട കുറച്ച് യുക്തിവാദികളുണ്ട്, അവർക്കാണെങ്കിൽ പോലും വേണ്ടത് സംഘികളെ കുറച്ചൊന്ന് പറയണം. ഇപ്പൊ ഇസ്ലാം മത തീവ്രവാദികളെ എതിർക്കുമ്പോഴും അവർ ഇസ്ലാം മത തീവ്രവാദികൾക്ക് അടിക്കണം, പക്ഷേ നോവരുത്, വേദനിക്കരുത് എന്ന രൂപത്തിൽ കമ്മികളുടെ ആലയത്തിൽ നിന്നിട്ടു മാത്രം ഇസ്ലാമിനെ വിമർശിക്കുന്ന, താലോലിച്ച് വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവർക്ക് സംഘികളെ വിമർശിക്കണം എന്ന രൂപത്തിൽ ഇവർ ഹിന്ദു സംസ്കാരങ്ങളെ, ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഒക്കെ ഇവർ നഖശിഖാന്തം എതിർക്കും, അധിക്ഷേപിക്കും. മോദിയെ വിമർശിക്കാനാണ് എന്ന രൂപത്തിൽ ഇവർ ഇന്ത്യയെയാണ് ചവിട്ടി മെതിക്കുന്നത്. നമ്മൾ കണ്ടതാണല്ലോ, ഒരു പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഗുരുവായൂരിലെ കാക്ക, ഉടനെ തന്നെ അവൻ എന്തു തോന്നിയിട്ടാണ്, എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടല്ല, ഉടനെ തന്നെ അവൻ തുണി വെക്കുന്നു, അവന്റെ സുനയ്ക്കടുത്ത് നിന്ന് ഒരു മുടി പറിക്കുന്നു, തുളസിത്തറയിൽ ഇടുന്നു, ചവിട്ടി തേക്കുന്നു, അവൻ എന്ത് കിട്ടുന്നു? മറ്റുള്ള വിശ്വാസങ്ങളെ, മറ്റുള്ള മതങ്ങളെ അപഹസിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ആനന്ദം, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അതുപോലെ ബൈബിള് ഡീസൽ ഒഴിച്ച് കത്തിച്ച ഒരു മുഹമ്മദ് മുസ്തഫ, അവനെ പിന്നീട് മാനസിക രോഗിയാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് മത്സരിച്ചത്. അപ്പൊ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ അന്യമത വിരുദ്ധതയാണ് ഇവരുടെ ലക്ഷ്യം. അമുസ്ലിങ്ങൾ ആരും ഇവിടെ ഉണ്ടാകരുത്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട്. കേരളത്തില് വളരെ പുരോഗമനവാദികളാണ് എന്ന് പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട്, സദസ്സിന്റെ മുമ്പിൽ വന്നിട്ട്, ഞാൻ ഭയങ്കരമായിട്ടുള്ള മതേതരനാണ്, ഞാനൊരു ഇന്ത്യ സ്നേഹിയാണ് എന്ന് പറയുമ്പോഴും ഇവരുടെ അജണ്ടകൾ തരാതരം.
സന്ദർഭോചിതമായി മാത്രമേ നമുക്ക് മനസ്സിലാകൂ. പലപ്പോഴും നമുക്കറിയാം, ഈ മലബാറിന്റെ മണ്ണിലാണ് ഹമാസിന്റെ ഭീകരനായിട്ടുള്ള ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്നത്. ആ ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്നത് ശരിയല്ല എന്ന് പറയാൻ, ആ തീവ്രവാദികളെ പിന്തുണയ്ക്കരുത് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടായിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടി ഇത് ശരിയല്ല, ഇതാണ് തീവ്രവാദം എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ എത്ര ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ ഉണ്ടായിരുന്നു, എത്ര ഇസ്ലാം മത സംഘടനാ നേതാക്കൾ ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ലക്ഷ്യം അന്യമത വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയുമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധമായിട്ട് കേംബ്രിഡ്ജിൽ നടന്ന ഒരു പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടതല്ലേ. ISI പോലെയുള്ള സംഘടനകളുടെ പിന്നിൽ നിന്നിട്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത് എന്നും സോറോസിന്റെ ഫണ്ട് പറ്റിയിട്ടാണെന്ന് മാധ്യമങ്ങൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വിട്ടതല്ലേ. കേംബ്രിഡ്ജിലെ തന്നെ പാകിസ്ഥാനി പ്രൊഫസറായിട്ടുള്ള കമാൽ മുനീർ വരെ അതിനെ സംബന്ധിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാനിലെ ഏറ്റവും മുന്തിയ ഇനം ബുദ്ധിജീവിയാണ് ആ വ്യക്തി. മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിന്റെയും അതുപോലെ വേൾഡ് ബാങ്കിന്റെയും ഒക്കെ കൺസൾട്ടന്റ് ആയിരുന്ന ഒരു വ്യക്തി. ഇയാൾക്ക് പാകിസ്ഥാന്റെ പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നൂറുകണക്കിന് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയ ഇയാളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കേംബ്രിഡ്ജിലെ മെന്റർ എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. നെഹ്റു വല്യപ്പൂപ്പൻ മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ വാപ്പ എത്തി നിൽക്കുന്നു. മകൻ ഇതുവരെ ഭരണം കിട്ടിയില്ല, അധികാരം കിട്ടിയില്ല. അപ്പോ അവന് പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം പ്രധാനമന്ത്രി പദം എന്തോ ജന്മാവകാശമാണെന്നും കുടുംബപരമായി ലഭിക്കേണ്ടതാണെന്നും കരുതിയാണ് ഇപ്പോഴും പപ്പുപിള്ള നടക്കുന്നത്. അപ്പോ അയാളെ പിൻപറ്റാൻ, അയ്യോ കോൺഗ്രസ് ഞങ്ങള് ആജീവനാന്ത കാലം ഞങ്ങൾ പാരമ്പര്യമായിട്ടേ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ കൈപ്പത്തിക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ നോക്കുന്നത് ഈ രാജ്യത്തെ ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നത്, തീവ്രവാദ മുക്തമാക്കാൻ സാധിക്കുന്നത്. 2019 ഏകദേശം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായി മാറിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. ആര് തെറ്റ് ചെയ്തിരുന്നാലും ശരി, നമുക്ക് ദഹിക്കാത്തതാണെങ്കിൽ തുറന്നു പറയാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ഇക്കഴിഞ്ഞ 2014 മുതലാണല്ലോ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് അദ്ദേഹം എത്ര ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ വിഭജിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളും നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ മറ്റവരുണ്ടല്ലോ, എന്താ അവന്റെ പേര്, അഹമ്മദാബാദിലെ, അപ്പൊ അവൻ പറഞ്ഞത്, എന്റെ പേര് മുഖ്യമന്ത്രി, അവൻ പറഞ്ഞത് യോഗി അസദുദ്ദീൻ ഒവൈസി ആ നാറി പറഞ്ഞത് യോഗി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി ഹിമാലയത്തിലേക്ക് പോകും, റെസ്റ്റ് ഇൻ പീസ്, വിശ്രമ ജീവിതത്തിനു വേണ്ടി. നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങും, അന്ന് ഈ ഇന്ത്യ തലയിൽ തട്ടമിട്ട ഒരു പെണ്ണു ഭരിക്കുമെന്നാ പറഞ്ഞത്. ഇതിൽ പരം ഇന്ത്യ വിരോധം എന്തു വേണം? മുസ്ലിം പെണ്ണിനെ അധികാരമേൽപ്പിച്ചാൽ ആ രാജ്യം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായിയാണ് ഈ പറയുന്നത്. പെണ്ണുങ്ങളെ അധികാരത്തിൽ കയറ്റുന്നതിനു വേണ്ടിയല്ല, മറിച്ച് പെണ്ണിനെ ഒരു ഭോഗവസ്തുവായി മാറ്റി നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ഭേദം ഒരു ഭോഗവസ്തുവായിട്ടുള്ള ഒരു തട്ടമിട്ട പെണ്ണി രാജ്യം ഭരിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോ ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടകളാണ് ഇവർ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം, ഞങ്ങൾക്ക് ഹിജാബ് ഇടാൻ പറ്റണം, ഞങ്ങൾക്ക് ബാങ്ക് കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം വേണം, ഞങ്ങൾക്ക് ഹലാല് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ഈ അപ്പിക്കുപ്പായക്കാരികളെ മുന്നിൽ നിർത്തി നമ്മൾ മെക്സവൻ പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യായാമ അജണ്ടകളൊക്കെ കണ്ടില്ല. അതുപോലെ ഈ രാജ്യത്ത് ക്രമേണ ഇവർ ഈ ഭീകരവാദവും തീവ്രവാദവും നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിനെ ബോധവൽക്കരണം നടത്താനും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാജ്യം നമുക്ക് അമ്മയാണ്, ഈ അമ്മയെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം മക്കൾക്കുണ്ട്. ഇത് ഭീകരവാദികളുടെ കരങ്ങളിൽ ഈ രാജ്യം അമർന്ന് നശിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, ബംഗാൾ ഉൾക്കടലിലേക്കോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ ചാടിച്ചാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, ഇനി വരുന്ന നമ്മുടെ അടുത്ത മക്കൾക്ക്, മക്കളുടെ മക്കൾക്കൊക്കെ ഈ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം അനുഭവിച്ച് ജനാധിപത്യം അനുഭവിച്ച്, മതം വേണമെങ്കിൽ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, ഇഷ്ടമുള്ള മതത്തിലേക്ക് അവർക്ക്
അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനും തിരിയാനും, ആശയങ്ങൾ മാറാനും ആദർശങ്ങൾ മാറാനും, അങ്ങനെ അവനവന്റെ വിശ്വാസങ്ങളെയും യുക്തിബോധങ്ങളെയും ശാസ്ത്രത്തെയും ഒക്കെ കൂട്ടുപിടിച്ച് ഒരു വികസ്വിത രാജ്യമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിന് സാധിക്കണമെങ്കിൽ ഈ തീവ്രവാദികൾക്ക് വായടപ്പൻ മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ഹിഡൻ അജണ്ട, അത് ഗോത്ര പുസ്തകമാണ്. 1986 ജസ്റ്റിസ് ZS ലോഹത്ത് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ വിധിച്ചതുപോലെ ലോകത്തുണ്ടാകുന്ന സകലമാന കൊള്ളകൾക്കും കൊലകൾക്കും കലാപങ്ങൾക്കും രക്തചൊരിച്ചിലുകൾക്കും വർഗീയ ലഹളകൾക്കും കാരണമായിട്ടുള്ള ഈ പുസ്തകമാണ് ഇതിന്റെ ബേസിക് കാരണം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തീവ്രവാദവും ഭീകരതയും അന്യമത വിരുദ്ധതയും കൊള്ളയും ബലാത്സംഗവും ഒക്കെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യത ജീവിതത്തിന്റെ ഒരു സമസ്യ പോലെ ഏറ്റെടുത്തിരിക്കുന്നത്. നന്ദി. ഇവിടെ ടീച്ചറോട് ചോദിച്ച ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഈ സ്ത്രീക്ക് ഏതെങ്കിലും ഹിന്ദു മതസ്ഥർ ചെയ്ത് ചെറിയ കുറ്റമെങ്കിലും തന്റെ ഗീർവാണത്തിൽ വിമർശിക്കാൻ ഒരു വാക്കെങ്കിലും പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ സത്യവും നീതിയുമുള്ള ഒരു വ്യക്തിയാണെന്ന് പരിഗണിക്കാമായിരുന്നു. കോയെ, ഈ ഹിന്ദുക്കളെ കുറ്റം ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട്, അതിന് ബാക്കിയുള്ളവർ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കോയന്റെ തെറ്റ് കോയ പറയുന്നില്ല എന്ന് ടീച്ചർ പോലെ ആളുകൾ പറയുന്നുണ്ട്. മനസ്സിലാക്കി. ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്, അത് ഹിന്ദുക്കൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ ഞങ്ങൾക്ക് പണി. അതുകൊണ്ടാണല്ലോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവര് കുറ്റമുണ്ട് എന്ന് ആദ്യം സമ്മതിക്കുക. മനസ്സിലായി? ഞങ്ങളൊക്കെ ശാഖ പഠിപ്പിച്ചിരുന്നത് വെച്ചാൽ ആയിരക്കണക്ക് 1000 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഈ ഭാരതത്തിൽ ഒരുപാട് അഴുക്കുകൾ വന്നു ചേർന്നിട്ടുണ്ടെന്നും ആ അഴുക്കുകൾ ഒഴിവാക്കുകയും നന്മകൾ ഒരുപാട് ഈ രാജ്യത്തുണ്ടെന്നും ആ നന്മകൾ നിലനിർത്തുകയും വേണമെന്നുള്ളതാണ്. അപ്പൊ കുറ്റമുണ്ട് എന്ന് ആദ്യം നമ്മൾ സമ്മതിക്കണം. മനസ്സിലായോ? കുറ്റമുണ്ട്, രാജ്യത്തും കുറ്റമുണ്ട്, ഹിന്ദുക്കൾക്കും കുറ്റമുണ്ട്. ഞങ്ങൾ തീർക്കുന്നുണ്ട്. അതിന് കോയന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് കുറ്റമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. കോയക്ക് എന്ത് കുറ്റമുണ്ട് എന്നുള്ളത് കോയ ആദ്യം പറയും, എന്നിട്ട് പഠിപ്പിക്കാം. ഓക്കെ. സുപ്രു, മറുപടി ഞാൻ കൊടുക്കാം. ശരി, മുസ്ലിങ്ങൾ ചെയ്തത് പറയുമ്പോഴാണല്ലോ ഇവർക്ക് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഹിന്ദുക്കൾ ചെയ്ത കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതിനകത്ത് ക്രിസ്ത്യാനികൾ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണം കേട്ടോ. ഇടുക്കിയില് മെത്രാനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചും അരമന അടിച്ചു തകർത്തതും സംഘപരിവാർ ആയിരുന്നു. കാക്കയ്ക്ക് അറിയാമോ അത്? ആന്നേ, ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയെടുത്ത മഴുവുമായി മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കണ്ണൂര് 10 വർഷത്തോളം തലമുടി വെട്ടി മാത്രം ഒരു ഭാവമാറ്റവും ഇല്ലാതെ സുഖസുന്ദരമായി കഴിഞ്ഞത്. അത് സംഘപരിവാരനായിരുന്നോ? ഹിന്ദു തീവ്രവാദിയായിരുന്നോ? മുസ്ലിം പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് മറ്റു കുട്ടികൾക്ക് ഹിജാബ്, ഹിന്ദു പെൺകുട്ടികൾ പൊട്ടു വന്നപ്പോൾ വേണ്ട, നീ പൊട്ടുമാറ്റണം, തട്ടമാണ് നിനക്ക് മൊഞ്ച് എന്ന് പറഞ്ഞ് പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ശരിക്കു പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു പ്രശ്നം? ഹിന്ദുക്കൾ ബഹളം ഉണ്ടാക്കിയത് എന്തിനാ? പൊട്ടുമായിച്ച് തട്ടമിട്ടതിന്റെ പേരിലാ. പെട്ടെന്ന് അവര് ടേണാക്കി. പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട എരുമേലിയില് കായിക അധ്യാപകനെയും ആ സ്കൂളിലെ പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി തല്ലിച്ചതച്ചത് മുസ്ലിം തീവ്രവാദിയായിരുന്നു. അത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ്ക് ആക്കിയതിനെ അഭിനന്ദിച്ച് ലേഖനം എഴുതിയത് മുസ്ലിം തീവ്രവാദിയായിരുന്നു. സംഘപരിവാരങ്ങളായിരുന്നില്ല. പാലാ പിതാവിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അരമന ബോംബിട്ട് തകർക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി അവിടെ പോയി മാർച്ച് നടത്തിയതും പിന്നീട് അവനെതിരെ കേസെടുത്തപ്പോൾ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി അരമന നിരങ്ങിയതും സംഘപരിവാരങ്ങളായിരുന്നില്ല. തുമ്പൻ തീവ്രവാദികളായിരുന്നു. ബൈബിള് ഡീസൽ ഒഴിച്ച് കത്തിച്ച് ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മില് ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചത് കാസർഗോഡ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന കൊടും ഭീകരനായിരുന്നു. ആന്റണി തറേക്കടവിലച്ചൻ ഹലാലിനെതിരെ മറ്റൊരു ദേവന്റെ പേരിൽ അറുത്തത് നമ്മൾ കഴിക്കരുത് മക്കളെ എന്ന്
അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളോട് ഉപദേശിച്ചതിന്റെ പേരിൽ ആന്റണി അച്ഛന്റെ തലയറുക്കണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും പ്രതിഷേധങ്ങൾ മുഴക്കിയതും സംഘപരിവാരങ്ങളായിരുന്നില്ല കാക്ക. ന്യൂനപക്ഷ സംരക്ഷണ ആനുകൂല്യങ്ങൾ 80% അടിച്ചു മാറ്റിയിട്ട് അതിനെതിരെ ശബ്ദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പോരാ എന്ന് പറഞ്ഞ് കർട്ടന് പിന്നിൽ നിന്നിട്ട് മക്കളെ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേരളത്തിൽ കേട്ടോ, നിങ്ങൾ ക്രമേണ നിസ്കരിക്കാൻ സ്ഥലവും പള്ളികളും ഒക്കെ ചോദിച്ചോ, അത് കഴിഞ്ഞിട്ട് ഹിജാബ്, അത് കഴിഞ്ഞിട്ട് ആ സ്ഥാപനം ക്രമേണ മുസ്ലിം മാനേജ്മെന്റിന്റേതാക്കി മാറ്റാം എന്ന് പറഞ്ഞ് പിന്നാമ്പുറത്ത് നിങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങൾ വൈറലായപ്പോൾ മാപ്പ് പറയാൻ നടന്നത് സംഘപരിവാരങ്ങളായിരുന്നു കാക്ക. ലവ് ജിഹാദിനെതിരെ കേരളം മുഴുവനും ബോധവൽക്കരണം നടത്തിയതിന്റെ പേരിൽ ഒരു വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു കാക്ക. ഹിജാബ് വിഷയത്തിന്റെ പേരിൽ വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞു വെച്ച് മൈമ് കളിച്ചപ്പോൾ അവര് ഈ അപ്പിക്കുപ്പായം എടുത്ത് ഇട്ടുപോയി എന്നുള്ളതിന്റെ പേരില് വീഡിയോ ചിത്രീകരിച്ച് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. മേലിൽ ഈ പവിത്രമായിട്ടുള്ള വേഷത്തിൽ നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് ആ സ്കൂളിൽ തീവ്രവാദികൾ വന്ന് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതും എഴുതി വാങ്ങിപ്പിച്ചതും വീഡിയോ ഷൂട്ട് ചെയ്ത് ഭീകരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ചതും സംഘപരിവാരങ്ങളായിരുന്നു കാക്ക. പിന്നെ കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ചിരുന്ന പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ എടുത്തുകൊണ്ടുപോയി തോട്ടിലെറിഞ്ഞ് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന കൊടും ഭീകരനായിരുന്നു കാക്ക. അവിടെയൊന്നും സംഘപരിവാരങ്ങളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ല. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് വീണ്ടും ഒരു വർഗീയ ലഹളയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്കം കൂട്ടിയത് നിങ്ങളാണ് കാക്ക, നമ്മളാരുമല്ല. കേരളത്തിലെ പലയിടങ്ങളിലും അവര് ക്രിസ്ത്യാനികൾക്ക് കുരിശ് അവർക്ക് ആരാധിക്കുന്ന അവരുടെ വിശുദ്ധ ചിഹ്നമാണ്. അതിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് മൂത്രമൊഴിച്ചും തെറി പറഞ്ഞും കുരിശിനെ അവഹേളിച്ചത് സംഘപരിവാരങ്ങളായിരുന്നു കാക്ക. ഒരു സ്പീക്കർ കയറിയിരുന്നിട്ട് ഒരു കല്ല് നിങ്ങൾ എവിടെ കണ്ടാലും മതി, ഉടനെ തന്നെ നിങ്ങൾ അതിനെ നിങ്ങൾ മുത്തിയും മണത്തിയും ഒക്കെ നടക്കുമെന്ന് പറഞ്ഞ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന കൊടും ഭീകരൻ, പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ, അവനെതിരെ ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിരുന്ന ഗ്യാൻവാപ്പി വിഷയത്തിൽ ചർച്ച ചെയ്യുവാണ് നമ്മുടെ നൂപുർ ശർമ്മ. അവരെ അനാവശ്യങ്ങൾ പറഞ്ഞ് അവരോട് തിരിച്ചൊരു കല്ല് കണ്ടാലും മതി, ശിവലിംഗമാണെന്ന് പറഞ്ഞ് മുത്തി മണത്താൻ നീയൊക്കെ നടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നൂപുർ ശർമ്മ തിരിച്ച് നബിയുടെ 6 വയസ്സിലെ കല്യാണവും 9 വയസ്സിലെ ലൈംഗികതയും ഒക്കെ എടുത്തിട്ടപ്പോൾ അവരെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ കനയ്യലാലിനെ തലവെട്ടിക്കൊന്നവനെ പ്രോത്സാഹിപ്പിച്ച സ്പീക്കറിനെ കുറിച്ചൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അപ്പൊ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ പൊള്ളിയില്ലല്ലോ. ഞാൻ പറയുന്നു ഹജറുൽ അസ്വദ് മിത്തല്ലേ, പടച്ചവൻ മിത്തല്ലേ, ബുറാഖു മിത്തല്ലേ, ഇസ്ലാം അടിമുടി മിത്താണ്. പക്ഷെ അത് പറയാൻ ഇവിടെ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ധൈര്യമില്ല. കാരണം നിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തണം, തല പോകത്തില്ലേ. ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ഒടുവിൽ സെന്റ് റീത്ത സ്കൂളിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള അഷ്റഫ് മൗലവിയെ കൊണ്ടുവന്നിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരുന്നോ? ആ തന്ത ഒരുത്തനോടെ കിടന്ന് കാണിക്കുന്ന അട്ടഹാസങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. ക്രിസ്ത്യാനിയുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി യേശുവിനെ പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞത് സംഘപരിവാരങ്ങളായിരുന്നോ? അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തത് സംഘപരിവാരങ്ങളായിരുന്നോ? അപ്പോ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെച്ച് ഇവിടെ ഒരു വർഗീയ കലാപമാളി കത്തിക്കാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നില്ല. ഇപ്പോൾ മാരകമായ ആയുധങ്ങളുമായി വീടുകൾ റെയ്ഡ് ചെയ്ത് പിടിക്കുമ്പോൾ അവന്റെ ഒക്കെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് ജാഫർ, അബ്ദുള്ള, അലി. ഇതൊക്കെ സംഘപരിവാരങ്ങളായിരുന്നു. കേരളത്തെ മുഴുവനും ഇല്ലാതാക്കി കളയത്തക്ക രൂപത്തിലുള്ള അഗ്നിയാണ് ഓരോരുത്തരും അവനവന്റെ മനസ്സിലും സ്ഫോടക വസ്തുക്കളാണ് അവനവന്റെ വീടുകളിലും സൂക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും അതുപോലെ ഹിന്ദുക്കളെ വീട്ടിൽ കരുത്തുള്ള ആങ്ങളമാരുള്ള വീടുകളിലൊന്നും കയറത്തില്ല. അങ്ങനെ ആണുങ്ങളില്ലാത്ത വീടുകളിൽ കയറി ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തി ആ പെൺകുട്ടികൾ ഒടുവിൽ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതവും ജീവനും അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ മുറിയന്മാരായിരുന്നടാ. ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടകവും ഒക്കെ നിർമ്മിച്ച് ഒരു മതവിഭാഗത്തെ അവഹേളിക്കാനും കന്യാസ്ത്രീകളെയും വൈദികരെയും ഒക്കെ അവഹേളിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? പറയാനാണെങ്കിൽ എണ്ണി പറയാൻ
1000 സംഭവങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു തരാം. മയക്കുമരുന്നിലൂടെ, നാർക്കോട്ടിക് ജിഹാദിലൂടെ, ലവ് ജിഹാദിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ആൺകുട്ടികളുടെയും ഒക്കെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാരങ്ങളായിരുന്നോ? ഹൈക്കോടതി വിധിച്ച സംവരണ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നൽകരുത് എന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയത് സംഘപരിവാരങ്ങളായിരുന്നോ? പാഠപുസ്തകങ്ങളിൽ നിന്നും ചാവറ കുര്യാക്കോസ് അച്ഛന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ പേരുമൊക്കെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ വാര്യംകുണ്ടനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്, ടിപ്പുവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത് സംഘപരിവാരങ്ങളായിരുന്നോ? ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയം മുതൽ നമുക്ക് പറയാനാണെങ്കിൽ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ അടക്കമുള്ള ഏറ്റവും ഒടുവിലിതാ ഒരു വൈദികനെ കൊല്ലുമെന്ന് പറഞ്ഞു ഊമക്കത്തെഴുതിയത് അടക്കമുള്ള അനേകായിരം കാര്യങ്ങൾ എണ്ണി എണ്ണി അങ്ങോട്ട് നിരത്തി തരാം. കാക്ക മതിയോ? ഈ വയറ് നിറഞ്ഞിക്കണ്. മര്യാദക്ക് ചോറ് ഇറങ്ങില്ല. അതിന് മാത്രം കേട്ടിട്ടുണ്ട് അല്ലേ? വിളിച്ചാൽ മുകളിൽ വരില്ല. ടീച്ചറെ പേടിയാ. അതെ അതെ, കോയമാർക്ക് മതം പൊട്ടു. ഇപ്പൊ കോയമാർക്ക് മതം പൊട്ടു. അതെ അതെ അതെ, 2 കോയ നിന്ന് ഇതുണ്ട്. 2 3 ഉണ്ട് അല്ലേ? കൊള്ളാം. മതം പൊട്ടിയതാ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, പോയിട്ട് തലണയും കെട്ടിപ്പിടിച്ച് കരഞ്ഞാണെങ്കിൽ നിങ്ങള് അതാണ് നല്ലത്. നിങ്ങൾ ഇതേമാരത്തെ ഈ സ്ത്രീകളോടൊക്കെ മറ്റേ ഈ ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്. ഇസ്രായേൽ എന്തായിട്ട് ഫൈറ്റർ ജെറ്റ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സ്ത്രീകളെ കൊണ്ട് അടുപ്പിക്കുക, സ്ത്രീകളെ പറഞ്ഞയക്കുക. അതേമാതിരി ഈ ജാനക ടീച്ചറെ പോലത്തെ ആളുകളെ തല്ലുപിടിക്കും ചാവാനാണ് നിങ്ങളെ യോഗം. ഇതിലെ കുറെ ആളുകളും കൂടി ഇങ്ങനെ ഇറങ്ങണം, എന്നാലത് തീരുമാനമാവുള്ളൂ. നമ്മുടെ ബ്രിട്ടനില് ഇന്നലെ ജിഹാദി ട്രെയിനിൽ കയറി കുത്തിയ ടീച്ചർ ഓരോന്ന് ഇടുന്നതാണ്, അത് നോക്കണ്ട. ഓരോന്നും പറയും. ഏത് വാപ്പ? ഇന്നലെ കോയ UK ട്രെയിനിൽ കയറിയിട്ട് കുത്തിയിട്ട് കൊറോണത്തിന് പരിക്കേൽപ്പിച്ചിട്ട് ആരും ചത്തിട്ടില്ല തോന്നുന്നുണ്ട്. ചത്തുണ്ടോന്നുള്ള അറിയില്ല. അവിടെ അലമ്പുണ്ടാക്കുന്നുണ്ട് കാക്ക. ടീച്ചർ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു പറഞ്ഞു ഞാൻ ആ വിഷയം. ഇപ്പൊ കോയ കുത്തിക്കൊല്ലുന്ന ഒരു വാർത്തയല്ല. കോയ കുത്തിക്കൊല്ലുന്നത് ഇവർക്ക് ഇപ്പോഴേ ഊപ്പിയിലേക്ക് നോക്കാൻ നേരമില്ല. ഇവർക്ക് ഇപ്പോഴേ, ഇവര് മുമ്പ് ഊപ്പി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവര് കരഞ്ഞിരുന്നത്. ഇപ്പൊ ഇവർക്ക് ഊപ്പി എന്ന് പറയാൻ പറ്റില്ല. കാരണം ദിവസം 4ഉം 5ഉം ബലാത്സംഗവും കൊള്ളയും കൊലയും ഒക്കെ നടന്നിരുന്നിടത്ത് നിന്ന് UPയെ യോഗി ആദിത്യനാഥ് ഡെവലപ്പാക്കി. കാരണം ഓരോ തീവ്രവാദികളെയും എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം. മിനിഞ്ഞാന്ന് പിന്നെ അവന് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് ഒരു 21കാരനായിട്ടുള്ള ഒരു യുവാവ്, അവൻ യോഗിയുടെ ചിത്രവും വരച്ചിട്ട് യോഗി ഒരു ഭോഗിയാണെന്ന് പോസ്റ്റ് എഴുതി. 24 മണിക്കൂറിനകം കയ്യും കാലും ഇല്ലാതെ എഴഞ്ഞ് ഒരു 3-4 പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് അവൻ UPയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. യോഗിക്കറിയാം ഇവനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ ഊപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവന്മാർക്ക്. ഈ 4-5 ബലാത്സംഗം ഇന്നിപ്പോ ലണ്ടൻ സിറ്റിയിൽ ഒരു ദിവസം നടക്കുന്നത് 60 റേപ്പ്, കോയമാര് ചെയ്യുന്ന റേപ്പ്. അതും ചെറിയ പെൺകുട്ടികളെ ചെയ്യും. ഇതിലെ സ്ത്രീകളല്ല, പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആളുകൾ പേടിച്ചും കൊണ്ടാ പോകുന്നത്. ആ ലെവലിലേക്ക് എത്തിച്ചത്. ഭീകരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ആവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ട് ചൊറിയ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ ഈ ഫക്രുദ്ദീൻ അലിയുടെ ഒരു വീഡിയോ കണ്ടു, ഞാൻ കുറെ ചിരിച്ചിക്കണം. അതായത് ക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലിനെ പോയി ചൊറിയേണ്ട വല്ല ആവശ്യമുണ്ടെങ്കിലും ഇവർക്ക് തീരെ ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഫക്രുദ്ദീൻ അലി ചോദിക്കുന്നത്. ഇവരോടൊക്കെ ക്രൂരത ഉണ്ടെങ്കിലേ പിടിച്ചെത്താൻ കഴിയുള്ളൂ. ക്രൂരന്മാരെ ഇവർക്ക് പേടിയുള്ളൂ. അല്ലാതെ ഇവര് അടിച്ചു നീക്കാണ് കൊണ്ടുവെക്കുന്ന ക്രിസ്ത്യാനികൾ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയും. അത് അതിൽ ബഹുരസാണ്. ഇന്നലെ ഞാൻ ഈ അജീബോളുടെ റൂമിലൊക്കെ പോയി സംസാരിച്ചു. ഓർക്ക് വ്യവസ്ഥ ഇല്ലല്ലോ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട്. അവരെന്താ ചെയ്യാ, ചത്ത്
മറ്റേ കോയന്റെ തല്ലൊടുങ്ങി ചാവുക. സുഡാനിൽ ഇപ്പൊ ഇന്ന് 460 ആൾക്കാർ ഇന്ന് എത്തുന്നു. ഇന്ന് മനസ്സിലായി. കഷ്ടം തോന്നും. വളരെ ദയനീയമാണ് അവിടുത്തെ സ്ഥിതി. ട്രംപ് ഒക്കെ ഡയലോഗേ അടിക്കുള്ളൂ, ഒന്നും ചെയ്യൂല. മനസ്സിലായോ? ഒരു കാര്യം അവിടെ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്നും പോകുന്നൊന്നുമില്ല. കാരണം ഫണ്ടുകൾ കംപ്ലീറ്റ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളാണ് ഫണ്ടും. ഇവർക്ക് നഷ്ടം വരുന്ന പരിപാടിക്കൊന്നും ഇവർ നിൽക്കൂല. മനസ്സിലായി. ഗാസയിൽ തന്നെ ഇവര് ഇറങ്ങുന്ന വെച്ചാൽ രണ്ടുപേരും അവർക്ക് വേണ്ടതാണ്. ഇസ്രായേലും വേണ്ടതാണ്, മറ്റുള്ളവരും വേണ്ടത്. അതുകൊണ്ട് ഇറങ്ങുന്ന, അല്ലാതെ ഇവര് അവിടെ ഇവിടെയും കത്തിച്ചും കണ്ട് നടുപിടിക്കുന്ന ടീംസുകളാണ് ഈ അമേരിക്ക. മനസ്സിലായി. അതുകൊണ്ട് ചാവുക എന്നുള്ളത് മാത്രമാണ് ക്രിസ്ത്യാനികൾക്കുള്ള ഒരേക വഴി. മനസ്സിലായോ? മെഴുകുതിരി ജാതിയൊന്നും നോക്കണ്ട. ഞാനിതിന് നല്ലൊരു പരിഹാരം പറഞ്ഞു ടീച്ചറെ. 2 RSSകാരെ ഇവിടെ സുഡാനിലേക്ക് പറഞ്ഞയക്കുക, ഒരു കാവി തലക്കെട്ട് കെട്ടുക. കാവി തലക്കെട്ട് കെട്ടുന്നവൻ ആരോ അവൻ സംഖ്യയാണല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് 2 പാസ്റ്റർമാരെ എടുത്തുകൊണ്ട് അടിക്കണ വീഡിയോ എടുത്ത് വൈറലാക്കിയാലും മാർപ്പാപ്പം മുതൽ സകലമാന ആളുകളും ഇളകും, ലോകം മൊത്തളവും. അങ്ങനെ സുഡാൻ പ്രശ്നം തീരും. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോ കുറെ ആളുകൾക്ക് അതിൽ ഇതുണ്ട്, പ്രസംഗികൾക്കൊക്കെ അതിൽ താല്പര്യമുണ്ട്. കുറെ ആളുകൾക്ക് അങ്ങനെ എങ്ങനെയും ചെയ്യിക്കുന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഓർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് കാവ്യ തലക്കെട്ടെടുത്ത് കെട്ടിയാൽ മതി. കാവ്യ തലക്കെട്ടിട്ട് സംഘി എന്നിട്ട് പിടിച്ചിട്ട് അടിച്ചാൽ മതി. അത് വീഡിയോ എടുക്കണം, എന്നിട്ട് സംഘി ഭീകരത എന്ന് പറയാം. എന്നിട്ട് പ്രചരിപ്പിച്ചാൽ ഇവിടുന്ന് ഈ ഇവിടെയുള്ള ടീംസുകൾ കംപ്ലീറ്റ് റൂമുകൾ ഇടും, ആ വീഡിയോസുകൾ ചെയ്യും, പള്ളിയിലച്ചന്മാരെ ഇളകും, കന്യാസ്ത്രീകൾ കർത്തൻ സ്റ്റേഷൻ്റെ ഒക്കെ ചുറ്റി കണ്ട് ചാടിയിറങ്ങും, മറ്റു മെഴുകുതിരി ജാഥ കാലിന്റെ അടിയിൽ കത്തിച്ച് അവർ നടക്കുക ചെയ്യും കോയക്കെതിരെ. എന്തുകൊണ്ടാണ് ഇവർ അനുഭവിക്കുന്നത്? ഈ മുസ്ലിം ഭീകരതയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് ക്രൈസ്തവ നേതൃത്വം. മനസ്സിലായി. മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവര് ചാടി വീഴും. മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് നേരെ ഒരു മുഖം തിരിക്കുന്ന ഒരു തിരിക്കലുണ്ട്. ഏത് കർത്താവിന്റെ ആൾക്കാരാണ്, ഏത് യേശുവിന്റെ അനുയായികളാണെന്നൊക്കെ ചോദിച്ചു എനിക്കാണെങ്കിൽ ഒരു ഉത്തരം മുട്ടിപ്പോകണം. അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവം ഉണ്ട് അവർക്ക്. മനസ്സിലായി. ഇന്ത്യയിൽ പോലും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ജാഥ ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒറ്റ ജാഥ ഈ ക്രിസ്ത്യൻ സംഘടനകൾ നടത്തിയിട്ടില്ല. സവാൻ സംഘടന ഉണ്ട്, ഇപ്പൊ കാസ അതുപോലത്തെ ക്രോസ്, അവരൊക്കെ ചെയ്യാറുണ്ട്. അവരൊക്കെ ജാഥ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവരുടെ സവാൻ നേതൃത്വത്തിൽപ്പെട്ടുള്ള ആൾ അവര് ചെയ്യാറില്ല. അതൊരു വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്. മനസ്സിലായി. അത് കോയ പൈസ കൊടുക്കുക. അതായത് ഇവര് ചെയ്യുന്നതൊക്കെ മിണ്ടാതിരിക്കുക, വെള്ളപൂശ എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ അവർക്ക് ഇവരുടെ മതത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ലോകത്ത് സാമുദായിക സ്നേഹമില്ലാത്ത ഒരേ ഒരു മതം ക്രിസ്തു മതമാണ്. മനസ്സിലായി. ക്രിസ്തു മതമാണ് ലോകത്ത് ഇത്ര ഒരു സാമുദായിക സ്നേഹമില്ലാത്തൊരു മതം. 10 ആള് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ 10 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അല്ലാതെ ഇവര് ഭയങ്കര ഗീർവാണങ്ങളൊക്കെ അടിക്കും. ക്രിസ്തു മതം വളരുന്നുണ്ട് എന്നൊക്കെ പറയും. എവിടെ വളരുന്നുണ്ട്? ഇറാനിൽ വളരുന്നുണ്ടോ? ഇറാനിൽ ഫുള്ള് കേട്ട. ഇറാനിൽ വേറെ ആർക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിനോണ്ട് ഈ കോയമതം വിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാണ്. അതിൽ ചിലപ്പോൾ 4 ആൾക്കാർ ക്രിസ്ത്യാനി ഉണ്ടാവും. യൂറോപ്പിലൊക്കെ ചർച്ച കൂട്ടി പോണത് അവിടെ കൂട്ടിയിട്ടുള്ള ആൾക്കാർ വിശ്വാസികളാക്കി മാറ്റി. ഈ വിശ്വാസം നശിക്കുമ്പോഴാണ് അവിടെ വോക്കിസവും അതുപോലെ തന്നെ ഈ ലിബറലിസവും ലെഫ്റ്റിസവും അതുപോലെ ഇസ്ലാമിസവും ഉടലെടുക്കുന്നത്. അതിനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടത്, മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? അവരാണ് ഈ രാജ്യസ്നേഹം വേണ്ട, മനുഷ്യസ്നേഹം മതി എന്നുള്ള ആശയമൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ രാജ്യത്ത് അവർക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയും ഈ ആശയം പ്രചരിച്ചു കഴിഞ്ഞാൽ. ആ ആശയം പ്രചരിച്ച് രാജ്യസ്നേഹം നശിക്കുന്ന സമയത്ത് മനുഷ്യസ്നേഹം മതി എന്ന് പറയുന്ന സമയത്താണ് ഈ കോയ ആയുധത്ത് വരുന്നത്. അപ്പൊ രാജ്യത്തിലുള്ള മിലിറ്ററിയോ അതിന്റെ സംവിധാനങ്ങളൊക്കെ നശിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? നല്ലൊരു ജനത നശിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. രാജ്യസ്നേഹമുള്ള ജനത നശിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്കെതിരെ പോരാടാനുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പോഴാണ് അവർ ഹമാസ്, IS, ബൊക്കോ ഹറാം, ഇതേ മറ്റേ ഈ താലിബാൻ ഒക്കെ പറഞ്ഞിട്ട് ഓരോ സംഘടനകൾ അവരുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുക. ആ രൂപപ്പെടുന്ന സമയത്ത് മുസ്ലിങ്ങൾ അതിനെ എതിർക്കാതെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? ആ സമയത്ത് അതിന്റെ ആ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള ബാക്കി മതസ്ഥരാണ്. അവരാണ് കൊല ചെയ്യപ്പെടുക. ഇതൊരു ഇസ്ലാമിന്റെ തിയറിയാണ്. മനസ്സിലാക്കണ്ടേ, ബുദ്ധി ഉപയോഗിക്കണ്ടേ? അതിപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എടുക്കുന്നത് ചരിത്രപരമായ മണ്ടത്തരാണ്. ഞങ്ങളൊക്കെ സംഘത്തില് ഒക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഈ ചരിത്രത്തെ കുറിച്ചിട്ട് ബോധ്യമില്ലാത്ത ആളുകൾക്ക്, ചരിത്രം പഠിക്കാത്തവര് ചരിത്രം ആവർത്തിക്കാൻ ശപിക്കപ്പെട്ടവരാണ് നിങ്ങൾ. മനസ്സിലായോ? നിങ്ങൾ ചരിത്രം നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾ ചരിത്രം ആവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യും.
ഇതൊക്കെ നടക്കുന്ന സമയത്താണ്, സുഡാനിൽ കൊലപാതകം നടക്കുന്ന സമയത്താണ് നിങ്ങൾ വത്തിക്കാനിൽ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം കൊടുത്തത്. ലോകോത്തര ലൈബ്രറിയാണ്. ലോകത്ത് ഇങ്ങനത്തെ ലൈബ്രറികൾ വളരെ അപൂർവമാണ്. നമ്മുടെ നാട്ടിൽ ഈ കോയ കയറി വന്ന സമയത്ത് ആദ്യം തകർത്തത് നളന്ദയും തക്ഷശിലയും പോലത്തെ കാര്യങ്ങളായിരുന്നു. കാരണം ഒരു ചരിത്രം അവിടെ ഉണ്ടാവരുത്, കോയയുടെ ചരിത്രം ജനിക്കണം. അക്ഷര അതിനു വിരോധികൾ. വേണ്ടിയിട്ട് അവർ ചെയ്യാൻ ആദ്യം ഈ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ ലൈബ്രറികളും തകർക്കണം. ഇതുപോലെ ഈ വത്തിക്കാനിലെ ലൈബ്രറി കോയ തകർക്കും, ബോംബ് വെച്ച് തകർക്കും. സ്വന്തം പള്ളി ബോംബ് വെച്ച് തകർക്കണ കോയക്ക് ആരാന്റെ ലൈബ്രറി തകർക്കാൻ പാടും? നിങ്ങൾക്ക് നിങ്ങളെ തൊലിക്കട്ടിക്ക് ഞാൻ സമ്മതിച്ചു പോയി. ഇതിൽ വല്ലാത്ത തൊലിക്കട്ടിയാണ് നിങ്ങളെ തൊലിക്കട്ടി. ഇതൊന്നും നമ്മളൊന്നും ഇത്രയും കാലം നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അറിയും, നമുക്കും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങൾ നമുക്കെതിരെ മാത്രം കാലിടയിൽ മെഴുകുതിരി ജാഥ കത്തിച്ച് നടക്കുന്നത്. മെഴുകുതിരി ജാഥ ഇത്രയും കാലങ്ങൾ കത്തിച്ച് നടന്നിട്ടുണ്ട്. മൗനജാഥ, കറുത്ത പേട് ചുറ്റിയ ജാഥ, അതുപോലെ കറുത്ത ഇൻസുലേഷന്റെ ചുറ്റിയ ജാഥ, ഇതൊക്കെ ചുറ്റിങ്ങൾ നടന്നിട്ടുണ്ട്. സംഖ്യകൾക്കെതിരെ ആയിരക്കണക്കിന് നടന്നിട്ടുണ്ട്. നോ പ്രോബ്ലം, നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ അതിന് മറുപടി ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ സ്റ്റൈല് വേറെയാണ്. ഇപ്പം മറുപടി പറയും. പണ്ട് മറുപടി ഇല്ലായിരുന്നു, സഭയ്ക്കും കിബയ്ക്കൊന്നും മറുപടി ഇല്ലായിരുന്നു. ഇന്ന് മറുപടി. രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരിയോ ശശികല ടീച്ചറോ വരണം എന്നില്ല. പക്ഷെ ഓൺലൈൻ സംഖ്യകളുണ്ട്. അവിടെ നിങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഉത്തരം മുട്ടും. മനസ്സിലായോ? നിങ്ങൾ ഈ തെമ്മാടിത്തരം നിങ്ങൾ അവസാനിപ്പിക്കുക. ഈ ക്രൈസ്തവ നേതൃത്വത്തോടൊപ്പം എനിക്കൊക്കെ പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ തെമ്മാടിത്തരം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയും നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ പാതയാണ് പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യഥാർത്ഥ രീതിയിൽ കൊണ്ടുപോകും. അതല്ല ഇവിടെ സംഖ്യ നിങ്ങളെ ചുമരുമ്പ് കയറ്റും എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ സഭയെ ഞങ്ങൾ ചുമരുമ്പ് കയറ്റും. മനസ്സിലായോ? നിങ്ങളെ സഭയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഗ്രഹാം സ്റ്റൈൻ കൊലപാതക കേസ് മുതൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളത് എടുത്തിട്ട് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാറും കിടന്നു. അറിയാം നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള, ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഓരോ ചർച്ച ആക്രമണത്തിന്റെ പിന്നിൽ നിങ്ങളുടെ കറുത്ത കൈകൾ ഉണ്ടായിരുന്നു, ലോഹയിട്ട കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സത്യം ലോകം അറിയാൻ അധികമാത്രം സമയമൊന്നും വേണ്ട. കാരണം ഞങ്ങൾ ഇതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ ഫുൾ എടുത്തിട്ടുണ്ട്. ഒരാളെ പോലും ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നിങ്ങളെ സഭയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരാൾ ഗ്രഹാം സ്റ്റൈൻ കൊലപാതക കേസിൽ നിങ്ങൾ പ്രതികളെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് ഇന്ന് നിങ്ങൾ അതിൽ പറയുന്ന ന്യായീകരണം ജോസഫ് മാഷ കയ്യും കാലും വെട്ടിയിട്ടുള്ള ആ പ്രതികളുടെ കൂടെ നിന്നിട്ട് അന്ന് പറഞ്ഞ അതേ ന്യായീകരണമാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ന്യായീകരണം എന്നറിയും? അദ്ദേഹത്തിന്റെ ഭാര്യ കുറ്റവാളികളോട് ക്ഷമിച്ചു നിന്നു. കുറ്റവാളികളോട് ക്ഷമിച്ചാല് കുറ്റവാളികൾ വെറുതെ വിടായത് സൗദി അറേബ്യ അല്ല, ഇത് ഇന്ത്യയാണ്. കുറ്റം ചെയ്ത കുറ്റം തന്നെയാണ്, ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. നിങ്ങൾക്ക് അതല്ലായിരുന്നു വേണ്ടത്. നിങ്ങൾക്ക് പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലായിരുന്നു വേണ്ടത്. നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഇരവാദം ഉന്നയിച്ചെന്ന് വിദേശത്ത് നിന്ന് പൈസ വാങ്ങിക്കാണ്ട് യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന് പറഞ്ഞാൽ അക്കടിച്ച് നടത്തലായിരുന്നു നിങ്ങളുടെ പണി. അതാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ സമുദായത്തെ ഒറ്റിയവരാ നിങ്ങളുടെ നേതൃത്വം. മനസ്സിലായോ? ഇത് പല ആളുകൾക്കും ഇതൊന്നും ഇപ്പൊ സത്യം മനസ്സിലായിട്ട് വരുന്നുണ്ട്. ഇത് സത്യം മനസ്സിലായത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ്. അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് 19 വർഷം കഴിഞ്ഞിട്ട് ഗ്രഹാം സ്റ്റൈൻ കൊലപാതക കേസിൽ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നത്. 19 വർഷം കഴിഞ്ഞിട്ട് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ഒരു മെഴുകുതിരി ജാഥ പ്രതികൾക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യണമെന്നോ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ ഈ മറ്റേ വിഴിഞ്ഞത്ത് കാട്ടിക്കൂട്ടിയുള്ള അക്രമം ഉണ്ടല്ലോ, പോലീസുകാരടിച്ച് ഹോസ്പിറ്റലാക്കിയ ആൾക്കാരല്ലേ നിങ്ങൾക്ക് ആയുധം എടുക്കാൻ അവസ്ഥയില്ല. പക്ഷെ മണിപ്പൂരിൽ നിങ്ങൾ എടുക്കും. ഒരു കാര്യം കൂടി ഇതുമായിട്ട് കൂട്ടിച്ചേർക്കണം. ഒരു കാര്യം കൂടി, നമ്മുടെ ഫ്രാൻസിലെ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തപ്പോ ആ ഫ്രാൻസ് മുഴുവനും ഒരു ഒറ്റ ബോർഡാ വെച്ചത്, ഞാൻ സാമുവൽ, പക്ഷേ ഞാൻ ജോസഫ് എന്ന് വയ്ക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായോ എന്നുള്ളതാണ്. വെക്കൂല ധൈര്യമില്ല. ഞാൻ പറഞ്ഞപ്പോ ധൈര്യമില്ല എന്നാണ്. അപ്പൊ ഹാസന്റെ പ്രവർത്തകരും ക്രിസംഖികളും ഹിന്ദുത്വ ക്രിസ്ത്യാനികളും ഒക്കെ അവര് ചെയ്യൂട്ടോ, അവര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സഭയൊക്കെ കൂടിയത്. അല്ല സഭ മുന്നിലൊന്നും ചെയ്യില്ല. സഭ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ജൂതനെയും സംഘിനെയും ചുമരുമ്പ് കയറ്റാണെന്നാണ്. ജൂതനെതിരെ സംഘിക്കെതിരും സഭ ഇറങ്ങും. അല്ലാതെ സഭ മുസ്ലിങ്ങൾക്കെതിരെ സഭ ഇറങ്ങിയ ചരിത്രമില്ല. മനസ്സിലായോ? ഇസ്രായേലിലുള്ള ജൂതനെ മാർപ്പാപ്പ ചുമരുമ്പ് കയറ്റാൻ നടക്കുന്നത് എത്ര കാലമായി? ഒരാളും ചുമരുമ്പ് കയറ്റുന്നത് മൂപ്പരുടെ പ്രശ്നമല്ല. എത്ര ക്രൂരമായിട്ടാ ടീച്ചർ കണ്ടോ? കുഴി കുത്തിങ്ങാണ്ട് കുട്ടീനെ അമ്മനെ തൊട്ട് മൂടുക, 2 കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒടിച്ചിട്ട് അവിടെ ഇടുക, ട്രക്ക് കെട്ടിട്ട് കൊല്ലുക, ഒരു കുട്ടിയെ അമ്മ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ മറ്റുള്ള വെടിവെച്ച് കൊല്ലുക.
എന്തൊക്കെ തരം കലാപരിപാടികളാണ് ഇത്. വാർത്ത കൊടുക്കുമ്പോൾ കോയ പറയുന്നത് അതാണ്, ഇസ്ലാമോഫോബിയ പടർത്തല്ലേ സുഹൃത്തെ, ഇസ്ലാമോഫോബിയ പടർത്തല്ല സുഹൃത്തെ, ഇതാണ് കോയ പറയുന്നത്. പള്ളിയിലച്ഛന് ഒരു ചത്താലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു കറുത്തവരാണ്. കുറെ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കറുത്തവരാണ്, ഞങ്ങൾ വെളുത്തവരാണ്, ഞങ്ങൾ വെളുത്തവർക്കേ കൊണ്ടുള്ളൂ, കറുത്തവർക്ക് കൊണ്ടുള്ള. ഇതാണ് ഒരു പറയുന്നത്. എന്തിനായിട്ട് ഇങ്ങളൊക്കെ ചാവാൻ വേണ്ടിട്ട് ബൈബിളും കൊടുത്ത് കൈ കൊടുത്ത് പറഞ്ഞില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തിനാണിത്? ഇത് ക്രിസ്തു മതം അല്ല ഇത്, സത്യത്തിൽ ഇത് ചർച്ച് മതമാണ്. വിർജി ഗോൾക്കർ പറഞ്ഞാല് ഈ ക്രിസ്ത്യാനിറ്റി അല്ലത്, ചർച്ചാനിറ്റി ആണ്. വിചാരധാരയിൽ ഒരു വാചകമുണ്ട്, യേശു ക്രിസ്തു മഹാനായ പുണ്യവാളൻ എന്നത് ശരി തന്നെ, പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ചെയ്ത പ്രവൃത്തികളോടൊന്നും തന്നെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നില്ല. അത് ക്രിസ്തുമതമല്ലായിരുന്നു, അത് പള്ളിമതമായിരുന്നു. ബ്രാക്കറ്റിൽ ചർച്ചാനിറ്റി എന്നുണ്ട്. മനസ്സിലായോ? ഇത് ചർച്ചാനിറ്റി ആണ്, ഇത് ക്രിസ്ത്യാനിറ്റി അല്ല. ഇത് ഇവർക്ക് എന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. അത് വൈകാതെ ഇവിടെയുള്ള പ്രസംഗികളും മറ്റവരൊക്കെ കൂടെ അങ്ങനെ മനസ്സിലാക്കി തരും. നിങ്ങൾ സഭ മെഴുകുതിരി കത്തിച്ചേ പറ്റൂ. നിങ്ങൾ സംഘികൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഇല്ലാത്ത സുധി, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങൾ മുഖം തിരിച്ച ചരിത്രമാണ് ഈ സഭയ്ക്കുള്ളത്. നിങ്ങൾക്കറിയോ, ഇന്ത്യയില് 40 ചർച്ചാണ് കാശ്മീരിൽ മുസ്ലിങ്ങൾ അടിച്ച് തകർത്ത് തരിപ്പണാക്കിയിട്ടുള്ളത്. 40 ചർച്ച്. അതിൽ ഒരു ചർച്ചാണ് നരേന്ദ്രമോദി ഇപ്പൊ അടുത്ത് പണി കഴിപ്പിച്ചും കണ്ട് അവിടെ പാതിരാ കുർബാന നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പള്ളിയിലച്ഛനോ ഒരു സ്ഥലത്തോ എന്തെങ്കിലും ഒരു കാര്യം ഈ കാര്യം പറഞ്ഞതായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. എന്നിട്ട് നിങ്ങൾക്ക് 3500 ക്രിസ്ത്യാനികളാണ് കാശ്മീരിൽ നിന്ന് അടിച്ചു പൊടിച്ചത്. ആ ക്രിസ്ത്യാനികൾ എവിടെ പോയി എന്തായി എന്നുള്ളത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടുള്ള ഒരാളുകൾ അന്വേഷിക്കുകയോ ഒരാൾ അതിനെ കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ല. കാരണം ചെയ്തത് മുസ്ലിങ്ങളായി. അറിയാം നിങ്ങൾക്ക് ഈ ഹാരി കോളിൻസും ഡൊമിനിക് ലാംബിയർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്, ഈ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ 100ഓളം കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ട് കോയക്ക് മതി വരാത്തത് കൊണ്ട് സമയം നേരം പോയിട്ടാണ് ശ്രീനഗർ പിടിക്കാൻ പോയപ്പോ വേണ്ടി പറ്റാതെ പോയത് ഓരയിൽ ഇരിച്ചു. അറിയാം നിങ്ങൾക്ക്. എന്നിട്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ സംഘി ബലാത്സംഗം ചെയ്ത 2 കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളില് കാട്ടിന്റെ ഉള്ളിലിട്ടിട്ട് 2 കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ട് പറയാം എന്നെ ബലാത്സംഗം ചെയ്തു. ആദ്യം അവർ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു, പിന്നെ അവർ എന്റെ മൂക്കിൽ ഉമ്മ വെച്ചു, പിന്നെ അവർ എന്റെ ചുണ്ടിന് ഉമ്മ വെച്ചു, പിന്നെ കഴുത്തിന് ഉമ്മ വെച്ചു, പിന്നെ മൊത്തം ഉമ്മ വെച്ചു. പിന്നെ ഉമ്മ വെക്കുമ്പോ സംഖ്യ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വെക്കല്ലേ. എന്നിട്ട് ആ കേസ് എന്തായി? പിടിച്ചപ്പോ 2 കോയ, ഏത് ബംഗ്ലാദേശി കോയ. ഈ ബംഗ്ലാദേശി കോയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ കന്യാസ്ത്രീയുടെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നത്. ചിന്തിച്ചു നോക്കി ഇവരുടെ നിലവാരം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ കേസ് എന്തായെന്ന് വെച്ചോക്കണ്ടി, ഒരു ബാഹുബലിയിലെ കാലകേയം പറഞ്ഞ മാതിരി ഒരു കേസും ഇല്ലല്ലോ ഇവർക്ക്. ഒരു കേസ് ജയിക്കൂലല്ലോ സഭക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഈ വിഴിഞ്ഞ മറ്റേ മുനമ്പം കേസ് തന്നെ ഏൽപ്പിച്ച് ആ ജോസഫ് പന്നി എന്ന് പറഞ്ഞിട്ടുള്ള മണ്ണും ചാണും അറിയാത്ത ഒരു വിവരം കെട്ട 307 എന്താ 308 എന്താന്ന് അറിയാത്ത ഒരുത്തരം പിടിച്ചിട്ടാണ് സഭ കേസ് ഏൽപ്പിച്ച് പൈസ കൊടുക്കൂല. ഇവിടെ എന്ന് പറയണേ ഞങ്ങൾക്ക് വക്കീൽ കൊടുക്കാൻ പൈസ ഇല്ല. നിങ്ങൾ ആലോചിക്കൊന്ന്. ഇതൊക്കെ ഒരാളോട് പറയാൻ വേണ്ടി പറ്റുന്ന കേസാണ്. അതാണ് സഭയുടെ നിലവാരം. അറിയാം നിങ്ങൾക്ക്. കോയാന്ന് കണ്ടെങ്കിൽ സഭ അവിടെ മുള്ളുണ്ട് മൊത്തത്തില്. ഇതൊന്നും നമ്മൾ ഇത്രയും കാലം പറയാത്തതായിരുന്നു. പക്ഷെ ഈ മനുഷ്യക്കടത്ത് നടത്തില്ലോ ഛത്തീസ്ഗഡിൽ, അന്ന് നിങ്ങൾ നടത്തിയ ഒരു കറുത്ത ഇൻസ്ട്രക്ഷനെ ചുറ്റിയൊരു ജാഥ ഉണ്ട്. അത് വല്ലാത്തൊരു ജാഥയായിരുന്നു. പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് നേതൃത്വം പറയുകയും BJP നേതൃത്വം പറയുകയും കുറ്റം ചെയ്തത് അറിയാതെ ആണെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞ് ക്ലിയർ ആക്കുക എന്നുള്ള ഒരു വാഗ്ദാനം നേതൃത്വം തന്നിട്ടും നിങ്ങൾ അത് കോൺഗ്രസിനും കോയക്കും വേണ്ടിയിട്ട് SDPക്കാരും വിളിച്ചു തരുന്ന മുദ്രാവാക്യം കന്യാസ്ത്രീകൾ ഏറ്റുവിളിച്ചിട്ട് നിങ്ങളെ സംഘികളെ ചുമരുമ്പ് കേട്ടാൻ നോക്കി. ഞങ്ങളത് മറക്കൂല. അന്ന് തെറ്റിയതാണ് നിങ്ങളായിട്ടുള്ളത്. ഇനി നിങ്ങളോട് പെട്ടെന്നൊന്നും നന്നാവൂലേ. രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ നന്നാവും, ഷോൺ ജോർജും മറ്റേ അനൂപ് ആന്റണിയൊക്കെ നന്നാവും. പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയാം, എന്നിട്ട് നിങ്ങൾ സംഖ്യകളെ നന്നാക്കാൻ വേണ്ടി പറയാം.
ലോകത്ത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ചെയ്ത ക്രൂരതകൾ സംഘികൾ ചെയ്തിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയും ക്രൈസ്തവ നേതൃത്വത്തിനില്ല. ഇസ്ലാം ഇനി മത ഞങ്ങൾ എന്തെങ്കിലും തീവ്രവാദികൾക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 100, 200, 300 വർഷം കഴിഞ്ഞ് ഞങ്ങൾ മാപ്പ് വെച്ചോളാം. നിങ്ങൾ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. കോയ അങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് അടിക്കും. അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലായോ? കോയ ലോകത്ത് ബഹുമാനിക്കുന്ന രണ്ടാളുള്ളൂ. ഒന്ന് ജൂതനും ഒന്ന് സംഘീയും. ഓരോ ഭാഷ മാത്രമേ കോയക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇന്നാലും സുഡാനൊന്ന് കോയനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളത് കാണട്ടെ. മനുഷ്യത്വം, ജനാധിപത്യം, മാനവികത, ബഹുസ്വരത എന്ന് പോയി പറയുന്നു കേൾക്കട്ടെ, കാണട്ടെ. ഒരർത്ഥത്തില് ഈ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ക്രിസ്ത്യാനികളുടെ ക്ഷമ, എല്ലാത്തിനോടും ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ക്ഷമയും സമാധാനവും അവരുടെ ആ ഒരു സഹനശീലമുണ്ടല്ലോ, അതൊരു പരിധി വരെ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതൊരു പരമാർത്ഥമാണ്. നമ്മുടെ മുമ്പില് ജീവിച്ചിരിക്കുന്ന തെളിവാണല്ലോ ജോസഫ് മാഷിന്റെ തെളിവല്ലേ. ആ സമയത്ത് ഈ മതതീവ്രവാദികളെ ശക്തിയുക്തം എതിർത്തിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഉണരണം, ക്രിസ്ത്യാനികൾ ഉണരണം എന്ന് പറയുന്നത്. അവനൊരു വേസ്റ്റ് ആണ്. ആ അൻസാരി സുഹരി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനൊരു വേസ്റ്റ് ആണ്. അവന്റെ ചില ചേഷ്ടകൾ കണ്ടു കഴിഞ്ഞാൽ ഓട്ടെ, ഞാനങ്ങനെ ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല, എനിക്കതൊന്നും താല്പര്യമില്ലാത്ത കേസാണ്. അതുകൊണ്ട് അവനൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരല്ല. അവനെയൊന്നും നമുക്ക് ആ ഇനത്തിലൊന്നും ഉൾപ്പെടുത്താനും പറ്റില്ല. ചെല്ലട്ടെ. പിന്നെ അനില, ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. അദ്ദേഹത്തിന്റെ ആ അഭിപ്രായമാണ് അവിടെ തുറന്നു വച്ചത്. ഓക്കെ, ഇപ്പോ നമുക്കറിയാം ഇന്ന് വന്ന ഒരു കേസ്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഏതൊരു വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി തന്നെയേ കാണാൻ പാടുള്ളൂ. ഇപ്പോ 90% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം, കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് ഒരേ വാക്യം, അല്ലാഹു അക്ബർ. കൊല്ലുന്നവനും സ്വർഗത്തില് ഹൈടെക് വേശ്യാലയത്തില്, കൊല്ലപ്പെടുന്നവനും ഹൈടെക് വേശ്യാലയത്തില്. എന്തോ നീതിയാണിത്? എന്ത് നീതിയാണിത്? നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് നമ്മളത് ചിന്തിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അടുത്തവന്റെ പിരടിക്കു നേരെ കാച്ചുമ്പോൾ ആ ചത്തു വീഴാൻ പോകുന്നവനും അല്ലാഹു അക്ബർ എന്നാ വിളിക്കുന്നത്. പിന്നെ ബാക്കി 3% കാര്യം പറയണം. ദിനേന നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത്. 10,000-കണക്കിന് ആളുകളാണ് കൂടും കുടുക്കയും എടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ ജീവനും കയ്യിൽ പിടിച്ച് പരക്കം പായുന്നത്. സമാനതകളില്ലാത്ത ഒരു പലായനം ലോകത്തിൽ നടക്കുന്നതിൽ വെച്ചിട്ട് നമുക്ക് ഒന്നിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ചോരക്കളിയാണ് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ലോകവും കാലവും നിസ്സംഗതയോടുകൂടി നിസ്സഹായരായി ഭയചകിതരായി നിൽക്കുന്ന ജനങ്ങളെ നോക്കി നിൽക്കേണ്ടുന്ന ഒരു കെട്ട കാലമാണ് ഇന്നിപ്പോൾ ഇതാ സംജാതമായിരിക്കുന്നത്. ഹമാസ് തീവ്രവാദികൾക്കു വേണ്ടി ഹമാസ് നേതാക്കളെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ മുകളിൽ ബുൾഡോസർ കയറ്റണമെന്ന് പറഞ്ഞ് ഒരു വിർച്വൽ മീറ്റിംഗിനു വേണ്ടി ഹമാസ് തീവ്രവാദിയായിട്ടുള്ള ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്ന നാടാണ് മലപ്പുറം. അവർക്ക് വേണ്ടി കരയാനും അവർക്ക് വേണ്ടി കരയിക്കാനും മടിയില്ലാത്ത ഒരു വിഭാഗം. അവർക്ക് വേണ്ടി വെള്ളം കോരുന്നു, വിറക് വിട്ടു. അയ്യോ, എന്തൊരു മനുഷ്യത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. ഗാസക്കാർക്ക് വേണ്ടിയും റാഫക്കാർക്ക് വേണ്ടിയും മനുഷ്യത്വം കടന്നങ്ങ് ശ്വാസം മുട്ടു അവരുടെ ഉള്ളിൽ കിടന്നിട്ട്. ഇവരുടെ ചില സന്ദർഭങ്ങളിലെ മൗനമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഹമാസ് എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം. സുഡാൻ എന്ന് കേട്ടാലോ
സത്ത പോലെ പടുക്കലാം നെഞ്ചകം. ഇതാണ് ഈ നാടിന്റെ ഇന്നത്തെ മുഖമുദ്ര. ഇനി എന്ത് ചെയ്യാം മല്ലയ്യ, സത്ത പോലെ പടുക്കലാം. സുഡാനിൽ കൊല ചെയ്യപ്പെടുന്ന ആ മനുഷ്യർക്കു വേണ്ടി ആരും മിണ്ടുന്നില്ല. ഇവിടെ തീവ്രവാദികൾക്കും മിണ്ടാട്ടമില്ല. നമ്മുടെ കുറെ മുക്കാൽ മീഡിയകളുണ്ട് നമ്മുടെ നാട്ടില്. അതുപോലെ കുറെ തീവ്രവാദത്തിന്റെ നിഴലിൽ മാത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്ന കുറച്ച് ഭീകരന്മാർ. ഇവരൊക്കെ IDF-ന്റെ മാറു പിളർന്ന് സുഡാന്റെ ബിൽഡിങ്ങുകൾ തകർത്ത് രക്തം കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ദാവൂദ് സാഹിബൊക്കെ പിന്നെ ചില വാചാലതയോടുകൂടി പ്രതികരിക്കുന്ന കാക്കാമാർക്ക് തൊണ്ടയ്ക്ക് മഴ, ശബ്ദം പുറത്തു വരുന്നില്ല. സുഡാനു വേണ്ടി കരയാനേ. തുരങ്കങ്ങളിൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. യഹിയ സിൻവാറിന്റെ ഭാര്യ അതാ 27 ലക്ഷം രൂപയുടെ ബാഗുമായി തുരങ്കങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ആരാന്റെ പണം കൊണ്ടേ? ഹമാസുകാര് ഗസയെ സംരക്ഷിക്കേണ്ടെന്ന പണം കൊണ്ടേ സുഖലോലുപതയിൽ ആറാടുക. ഖത്തറിലും ഈജിപ്തിലുമൊക്കെ സുഖവാസത്തിലാണ്. ഇവിടെ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന പാവങ്ങൾക്കു വേണ്ടി കഫിയകളില്ല, കോൽക്കളിയില്ല, മൈമില്ല, കവിതകളില്ല, തെരുവു നാടകങ്ങളില്ല, ഹാഷ്ടാഗുകളില്ല, പ്രതിഷേധ ശബ്ദങ്ങളില്ല. കുട്ടികൾക്ക് പേരിടാമോ? വേണ്ട, അവർക്കൊന്നും പേരില്ല. മൈക്കിൽ പറയാനേ. ചോദിക്കട്ടെ, ഈ സുഡാനിലെ മരിച്ചു വീഴുന്ന കൊല്ലപ്പെടുന്ന ഈ മക്കൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും അധ്യാപകരും ഒന്നും ആവണ്ട? കറുത്തവരാണല്ലേ. കറുത്തവർക്ക് എന്ത്? നിങ്ങളുടെ ഈ കാപഠ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഭാവിയിൽ ഡോക്ടർമാരല്ല, എഞ്ചിനീയർമാരല്ല. അയ്യോ, സുഡാനിലെ മക്കൾക്കു വേണ്ടി വിങ്ങിപ്പൊട്ടലുകളില്ല, നെഞ്ചിലിടിച്ച് നിലവിളികളില്ല. ബർത്ത്ഡേ ആഘോഷിക്കുന്ന റിട്ടയേർഡ് അധ്യാപികയ്ക്ക് വെള്ളമിറങ്ങാത്ത ഒരവസ്ഥയില്ല, ചോറ് കിട്ടാത്ത ഒരവസ്ഥയില്ല. നമ്മുടെ ഫിലിം സ്റ്റാറുകൾക്ക് പറ്റുന്നില്ല, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുന്നില്ല വെള്ളവും ഭക്ഷണവും ഒന്നും. സാംസ്കാരിക ജീവികളില്ല ഒന്നും പറയാൻ. ബുദ്ധിജീവികളാണെന്ന് പറയുന്ന മൃഗങ്ങളില്ല, അവർക്ക് അന്നവും കുടിനീരും ഇറങ്ങാത്ത പ്രശ്നങ്ങളില്ല. തൽക്കാലം കവികൾ വിശ്രമത്തിലാണ്, ഒരു വേട്ടക്കാരനുമില്ല, അല്ലേ? മനുഷ്യത്വം മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുന്ന ആളുകളെ നമ്മൾ ചില സന്ദർഭങ്ങളിലെങ്കിലും മനസ്സിലാക്കണം. വെള്ളിയാഴ്ച നോക്കിയിരിക്കുന്ന, വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് മനം നൊന്ത് പ്രാർത്ഥിച്ച് അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് ഇരുമ്പ് നിക്കറിട്ട് ചിതറിത്തെറിക്കാൻ നടക്കുന്ന ഒരുത്തനുമില്ല സുഡാനിലെ കുഞ്ഞുങ്ങളുടെ വേദന കാണാൻ. അവർക്ക് വേണ്ടി കാലിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി എടുത്ത് കത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ കാണുന്നില്ല. ഇവിടെ കേരളത്തിലെ കുറച്ച് മതയോളികൾക്ക് പ്രതിഷേധങ്ങളില്ല, അന്താരാഷ്ട്ര കോടതികളില്ല, നീതിന്യായ സംവിധാനങ്ങളില്ല, യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നില്ല, വംശഹത്യയോർത്ത് നെഞ്ചുലയ്ക്കുന്ന ആളുകളുടെ ആലാപനങ്ങൾ കേൾക്കുന്നില്ല. ഈ വിഭാഗത്തിൻ്റെത് ഒരു പ്രത്യേക തരം ഇരവാദമാണ്. വേട്ടക്കാരനോടൊപ്പം ഓടുന്ന, കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും മതവും രാഷ്ട്രീയവും നോക്കി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നെറികെട്ട മത തീവ്രവാദികളുടെ 6-ാം നൂറ്റാണ്ടിലെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്ന തീവ്രവാദ ഹിഡൻ അജണ്ടകൾ എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നില്ലേ? അതൊന്ന് മനസ്സിലാക്കിയാൽ മതി.
തീവ്രവാദത്തിന്റെയും ആഴവും പരപ്പും എന്താണെന്ന് തിരിച്ചറിയാൻ, തീവ്രവാദികളുടെ ലക്ഷ്യവും പ്രവർത്തന മേഖലകളും അവസരവാദവും എന്താണ് എന്ന് തിരിച്ചറിയാൻ, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലാണെങ്കിലും സുഡാനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ എല്ലായിടത്തും കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. നമുക്ക് ആ മനുഷ്യരോടൊപ്പം നിൽക്കണം. നമ്മളെപ്പോഴും മനുഷ്യന്റെ പക്ഷത്താണ് നിന്ന് ചിന്തിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിനു മനുഷ്യന്മാരെ നിരത്തി നിർത്തി തലയെടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്കു വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നിങ്ങൾ വാചാലരാകുമ്പോൾ, ഈ തീവ്രവാദികൾ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പൊത്തകം കാരണമാണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഇവിടെ. ഞാൻ ആദ്യം തന്നെ എന്റെ തമ്പനയിലിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പിക്കുപ്പായക്കാരികളാകുന്ന കൃഷിയിടങ്ങളും തീവ്രവാദികളാകുന്ന മുറിയൻ ജിഹാദികളും ഇങ്ങോട്ട് വരരുത്. ഈ മുറിയൻ തീവ്രവാദികളുടെ കമന്റുകളോ അവരെ എന്റെ ലൈവ് കേൾപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രമായി ഓരോ മനുഷ്യനും അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ തുറന്നു പറയുന്നത്. ഇത് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ലൈവ് വിട്ടുപോകുക. ഇവിടെ വന്നിട്ട് എന്നോട് നിർത്തിപ്പോടി എന്ന് പറയാൻ നിൽക്കണ്ട. അത് ഉസ്താദിന് പോയിട്ട് കമിഴ്ന്ന് കിടന്നു കൊടുത്ത് മാത്രം മതം പഠിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അപ്പിക്കുപ്പായക്കാരികളും ഈ ജിഹാദി ഭീകരന്മാരും ഈ ലൈവിലേക്ക് കയറി വരേണ്ടതില്ല. ഇനി വന്നാൽ ഒതുങ്ങി ഒരു മൂലക്കിരുന്ന് പറയുന്നത് കേട്ടിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഈ ചാവാലി പട്ടികൾക്കൊന്നും ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല ഞാൻ. എല്ലാരും പറയാറുണ്ട് എന്നോട്, ടീച്ചറെ കുറച്ച് മൈൽഡായിട്ടൊന്ന് പറഞ്ഞൂടെ, എന്നാൽ ഇവര് കൂടി അതൊന്ന് കേൾക്കുമല്ലോ. നീയൊന്നും കേൾക്കണ്ട, നിന്നെ ഒന്നും ഇത് കേൾപ്പിച്ചങ്ങ് നന്നാക്കാമെന്നൊന്നും ഞാൻ ആരോടും കരാറൊന്നും എടുത്തിട്ടില്ല. ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ പടച്ചോൻ ഉണ്ടെങ്കിൽ അയാൾ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും നീ ഒന്നും നന്നാവാൻ പോകുന്നില്ല. കാരണം അയാൾ നല്ലതൊന്നും പറഞ്ഞു തരത്തൂല്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്തേക്ക് തീവ്രവാദികളോ കൃഷിക്കാരോ കുലച്ച കലപ്പയുമായി നടക്കുന്ന ആളുകളോ ഇങ്ങോട്ട് വരണ്ട. നിങ്ങളെ പ്രതിരോധിക്കാനാണ് നീലച്ചട്ടയിട്ട് കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വേണ്ട. നിന്റെയൊന്നും ഈ ഭീകരത പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിൻ്റെത് ഒരു പ്രത്യേക തരം മാനവികതയാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെത് ഒരു പ്രത്യേക തരം മനുഷ്യത്വമാണ്, ഒരു പ്രത്യേക തരം ഇരവാദവും കരച്ചിലുമാണ്. ഇവരുടെ ഈ ജിഹാദിസം എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് എന്ന് പറയാൻ അതാണ് കാരണം. മുസ്ലിം അല്ലാത്ത ആളുകളെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ മതം നോക്കി മാത്രമാണ് മുസ്ലിങ്ങൾ വേദനിക്കുമ്പോൾ ഇവർക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത്. ഒരു പ്രത്യേക തരം മാനവികത. ഇറാനിൽ ഖൊമേനിയുടെ ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ ഭീകര ഭരണം കാരണം പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവര് കരയുവോ? ഇല്ല. സിറിയ ഭരിച്ചിരുന്നത് മുമ്പ് നമ്മൾ റബ്ബർ ഷീറ്റ് ഒക്കെ അടുക്കി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മനുഷ്യനെ എതിർക്കുന്നവരെ, സംശയിക്കുന്നവരെ, അവന്റെ ഭീകരതയോട് സമരസപ്പെടാത്തവരെയൊക്കെ റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നത് പോലെ അവരെ ഒരു മെഷീനിലിട്ടിട്ട് ചോരയും ചാറും മാറ്റി ചണ്ടിയാക്കുന്ന ശരീരങ്ങൾ അടുക്കി വെക്കുന്ന ഒരു അസദ് ഉണ്ടായിരുന്നു, അൽ അസദ്. ആ ഭരണാധികാരി, ആ കൊല്ലപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കരയും? സുഡാനിലെത്തതും മനുഷ്യരാണ്, ബംഗ്ലാദേശിലെത്തതും മനുഷ്യരാണ്, ഗാസയിലേതും മനുഷ്യരാണ്.
എല്ലായിടവും ചിതറിത്തെറിക്കുന്നത് മനുഷ്യന്റെ ചോരയും നീരും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും. എല്ലാവരുടെയും വേദന ഒന്നുപോലെ. അവിടുത്തെ സ്ത്രീകളും കുട്ടികളും മനുഷ്യരാണ്. അവർക്കൊക്കെ പേരുണ്ട്. വിശന്നൊട്ടിയ വയറുകളുടെ വിലാപങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അവിടെയും നിങ്ങൾ ജാതിയും മതവുമാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ആ ഇരവാദം ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഓൾ ഐസ് ഓൺ ഗാസ, ഓൾ ഐസ് ഓൺ റാഫ. അയ്യോ, പലസ്തീനികൾ, പലസ്തീന് ഭക്ഷണം എത്തിക്കാൻ, പലസ്തീന് വെള്ളം എത്തിക്കാൻ, ഗാസയിലെ കുഞ്ഞുങ്ങളെ നാളത്തെ ഡോക്ടറായും കളക്ടറായും എഞ്ചിനീയറായും ഒക്കെ കാണാൻ വെമ്പി നിൽക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കേ. അല്ലടാ, ബംഗ്ലാദേശിൽ മരിച്ച കുഞ്ഞുങ്ങളൊക്കെ നാളെ തീവ്രവാദികളാകാനുള്ളവരാണോ? ആണോ? ഒന്നുറക്കെ പറയാം. ഗാസയിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ നാളെ തീവ്രവാദികളായി മാറില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുമോ? സുഡാനിൽ കൊല ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികൾ നാളത്തെ ഭീകരന്മാരല്ല എന്ന് ഞാൻ ഉറപ്പു പറയാം. ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കൾ നാളത്തെ ഭീകരവാദികളല്ല, നാളത്തെ തീവ്രവാദികളല്ല. ശരിക്കും എഞ്ചിനീയറും കളക്ടറും ഡോക്ടറും ഒക്കെ ഏത് നാട്ടിലെ കുഞ്ഞുങ്ങളാണ് ആകേണ്ടിയിരുന്നത്? അവരുടെ പേര് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? എന്തേ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പേരില്ലേ? നിങ്ങളുടെ നാവില് ആ പേരങ്ങോട്ട് വഴങ്ങത്തില്ലേ? ഈ കാപഠ്യത്തെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ചില രാഷ്ട്രീയ അജണ്ടകൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദ അജണ്ടകൾ ആരിലൊക്കെ കൂടിയാണ് ഈ പുറത്തു വരുന്നത് എന്ന് മനസ്സിലായോ? നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കുമ്പോൾ അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയവും അല്ല നോക്കേണ്ടത്. സുഡാനിലെ ഒരു ആഭ്യന്തര യുദ്ധമാണ് രൂക്ഷമാകുന്നത്. ദാർഫൂർ എന്ന് പറയുന്ന മേഖലയില്, എൽ ഫാഷർ എന്ന് പറയുന്ന ഒരു നഗരത്തിലെ കൂട്ടക്കൊല നടന്നതാണ് ഇന്ന് ലോക ജനങ്ങളെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പ്രതിരോധിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ? അതേ ചോദിക്കുന്നു.